ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇന്നലെ ഞാനൊരു മന്ത്രം പറഞ്ഞായിരുന്നേ വീഡിയോയുടെ ലാസ്റ്റ്. ആ ഒരു മന്ത്രം ആരൊക്കെ ഒന്ന് ജപിച്ച് നോക്കിയെന്ന് പറയാമോ? കാരണം അത്ര പവർഫുള്ളായിട്ടുള്ള ശിവഭഗവാന്റെ മന്ത്രമാണ്. നിങ്ങൾ ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് പറ്റുമ്പോഴെല്ലാം ആ ഒരു മന്ത്രം ജപിച്ച് നോക്കുക. ഒരു 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 സ്ട്രോങ് ആയിട്ടുള്ള ഇന്നർ പവർ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. തടസ്സപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നതായിട്ട് തോന്നും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ച് നോക്കൂ. ആ ഒരു മന്ത്രം പറഞ്ഞു നോക്കൂ. പറ്റുമ്പോഴെല്ലാം ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമോ ഭഗവതേ രുദ്രായ. ശിവഭഗവാന്റെ രുദ്രായ മന്ത്രമാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു മന്ത്രം ഒന്ന് ജപിച്ച് നോക്കുക. ഇനി നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജി യൂണിയൻ പല ആൾക്കാരുടെയും ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആർക്കൊക്കെയാണോ യൂണിയൻ ഉണ്ടായത് അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണ്. മെമ്മറീസ് ഓഫ് ലവിൻ്റെ ആ ഒരു വൈബ്രേഷനിലാണ് അവർ ഉള്ളത്. മാരേജ് കാർഡും സെലിബ്രേഷൻ്റെ കാർഡും പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുകയാണ്. നിങ്ങളെ മാരേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ നിങ്ങളുമായിട്ട് സെലിബ്രേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനൊരു എനർജി വളരെ ചുരുക്കമാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു നല്ല ഒരു സൂചനയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയൻ ആവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനുള്ള ഇവിടെ എനർജി പറയുകയാണ് എങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് തോന്നുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവരുടെ ഫേവറിൽ കൊണ്ടുവന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ട് അവരെ കൺവിൻസ് ചെയ്തു. അതായത് എനിക്ക് ഇങ്ങനെ ഒരാളുമായിട്ട് ഇഷ്ടം ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സഹകരിക്കുക, അതിനു വേണ്ടി സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കാണും. ഇവിടെ എന്തായാലും ഇവർക്കൊരു ഹോപ്പ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഹോപ്പ് ഇവരിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ, അതായത് ഇവരുടെ ചേച്ചിയുടെ മാരേജോ അല്ലെങ്കിൽ ഇവരുടെ ബ്രദറിൻ്റെ മാരേജോ കഴിഞ്ഞിട്ടല്ലാതെ ഇവർക്ക് മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ഭയങ്കര ഹാപ്പി മൂഡിലാണ് ഉള്ളത്. അതായത് ഇവർ ഇന്ന് ഏതെങ്കിലും മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുകയോ അല്ല എങ്കിൽ മാരേജ് ചെയ്യാനുള്ള ആ ഒരു മൂഡിലോ എന്തോ ഒരു ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ സെലിബ്രേഷൻ ആയിട്ടുള്ള മൂഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. ഇനി ഇവരുടെ മാരേജും നടക്കുന്നതാണ് എന്നുള്ള. അപ്പോൾ ഇത് വളരെ സ്വപ്നം കാണുന്നതായിട്ടുള്ള വൈബ്സ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ അതുകൊണ്ട് തന്നെ നിങ്ങളെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കറണ്ട് എനർജിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ നിങ്ങളെ കൺവീൻസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഗിഫ്റ്റ് തന്നിട്ട് നിങ്ങളെ കൺവീൻസ് ചെയ്യുന്നതായിട്ട്. ഇവിടെ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. ഇവർ വളരെ ഹാപ്പിയിലുമാണ്. ഇവർ നിങ്ങളുമായിട്ട് ഒരു മാരേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുമായിട്ട് മാരേജ് ആയാൽ എന്താണ് അടുത്ത ഇത് സംഭവിക്കാൻ പോകുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഇപ്പോഴേ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്. ഇവിടെ എന്തായാലും ഇവർക്കൊരു ഹോപ്പുണ്ട്. എന്തായാലും ഇത് റിയാലിറ്റിയിൽ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതായത് നിങ്ങളുമായിട്ടുള്ള മാരേജ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും റിയാലിറ്റിയിൽ എന്നുള്ള ഹോപ്പുണ്ട്. കൂടാതെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തെങ്കിലും ഫിയർഫുള്ളായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ, അതായത് ഇവർക്ക് എന്തെങ്കിലും പേടി, അതായത് ഇവരുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലുമോ എന്തായാലും ഇവിടെ ആ ഒരു ഫിയറായിട്ടുള്ള ഘടകങ്ങൾ ഇവരിപ്പോൾ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങളുമായിട്ട് മാരേജ് ആവണം, യൂണിയൻ ആവണം എന്നാണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലല്ല ഉള്ളത്. ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് ആണോ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ ഉള്ളത് അതെല്ലാം റെഡിയായി കൺവിൻസ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എന്തൊക്കെ അതർ സിറ്റുവേഷൻസ് ഉണ്ടോ അതെല്ലാം ഡൊമിനേറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുമായിട്ട് റീച്ച് ഔട്ട് ആവാൻ ശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കംപ്ലീഷൻ ഓഫ് ദ സൈക്കിളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസ് എല്ലാം തുറന്ന് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ അവരുടെ രഥത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഹേർഡിൽസ് ഉണ്ടോ നിങ്ങൾക്കിടയിൽ അതെല്ലാം ഇവർ മാറ്റുന്നതാണ്. ഇവിടെ ട്രാപ്പ്ഡ് സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബാലൻസിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അവരുടെ കൺട്രോളിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മോശമായിട്ടുള്ള സിറ്റുവേഷനെ എല്ലാം അവർ അവരുടെ കൺട്രോളിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സമ്മതിച്ചു, അതായത് ഇവർ ഇമോഷണലി അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൂടെ അവർ ഇവരുടെ ആ ഒരു വാക്കുകളിൽ സമ്മതിച്ചിട്ടുണ്ട്, കൺവിൻസ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ അതർ സിറ്റുവേഷൻ ആണോ, അതായത് ഇവരുടെ അച്ഛനോ അമ്മയോ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലോ അവരെ എല്ലാം കൺവിൻസ് ആക്കി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ടുള്ള എനർജിയിലുള്ളത്. അപ്പോൾ എനർജി വളരെ പോസിറ്റീവാണ്. ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും റെസൊണേറ്റ് ആവാൻ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. അപ്പോൾ ഇവരുടെ ബിഹേവിയറിൽ ഒരു മേജർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വരാൻ പോകുന്ന സമയം ഇവർ നിങ്ങൾക്ക് വേണ്ടി വഴക്കിടുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ആരോടും സംസാരിക്കുവാൻ ഇവർ തയ്യാറാകുന്നതാണ്. അതായത് എനിക്ക് എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുക്കണം, അതിനുവേണ്ടി ഞാനേ ഉള്ളൂ എനിക്ക് വേണ്ടി സംസാരിക്കാനുള്ള രീതിയിൽ ഇവർ മറ്റുള്ളവരോട് വഴക്കിടുന്നതായിട്ട് നിങ്ങൾക്ക് വേണ്ടി. ഇവർ ഇത്രയും നാൾ ഒളിച്ച് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ പേടിച്ച് ഇനി ഇവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തതിന് ശേഷം, നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിണങ്ങിയതിന് ശേഷം ആണ് മനസ്സിലായത് ഇവർ നിങ്ങളില്ലാതെ ഒന്നും തന്നെ അല്ല എന്ന്. കാരണം നിങ്ങളില്ലാതെ ഇവർക്ക് പറ്റത്തില്ല, നിങ്ങളുണ്ടെങ്കിൽ ഇവർ പൂർണ്ണമാകുകയുള്ളൂ. നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിൽ വന്നതിന് ശേഷം ഇവർ ഒത്തിരി സഫറിങ് അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ആണ് ഈ ഭൂമിയിൽ വന്നത് എന്നാണ്. ലൈഫ് ലോങ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ജീവിക്കുക എന്നും ഇവർക്ക് തോന്നുന്നു. ഇവിടെ ഹാർമോണിയസ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 5 hours, 25 hours, 15 hours നിങ്ങൾക്ക് റീഡിംഗ് റെസൊണേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാരുടെ പേഴ്സണ് മൂഡ് സ്വിങ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് ഇവരുടെ എനർജിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ വരാൻ പോകുന്ന സമയം നിങ്ങളോട് ഇവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവർ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ ആരുടെയോ എനർജി വളരെ ലോ ആയിരുന്നു. അതായത് നിങ്ങൾ ഭയങ്കര ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വിൽ പവർ ആക്ടിവേറ്റ് ആയി. അതുകൊണ്ട് നിങ്ങളിപ്പോൾ വളരെയധികം കോൺഫിഡൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം മുന്നേ നിങ്ങൾ ഭയങ്കര ഫിയർഫുള്ളായിട്ടുള്ള എനർജിയിലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുവാൻ പോകുകയാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് ടൈം നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് റിയാലിറ്റിയിൽ വരാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാതിരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.